നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ജൂൺ മാസം 6-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. കാലവർഷം എത്തിയതോടുകൂടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഇന്നലെയും ഇന്നും വ്യാപക മഴയാണ് ലഭിച്ചത്. ഇന്ന് 5 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട്. ദുരിത സാധ്യതയുള്ള മേഖലകളിലുള്ളവർ ജാഗ്രത തുടരണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതേസമയം കടൽക്ഷോഭത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ തന്നെ ജൂൺ 8-ാം തീയതി വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. നദിക്കരകൾ, അണക്കെട്ടുകളുടെ കീഴ്പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് മാറി താമസിക്കേണ്ടതാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി 3 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സ്കൂളുകൾ, അംഗനവാടികൾ, ട്യൂഷൻ സെൻ്ററുകൾ, ICSE, CBSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, മദ്രസകൾ ഉൾപ്പെടെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ ഈ പൊതു അവധി ബാധകമായിരിക്കും. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും ഇൻ്റർവ്യൂകൾക്കും ഒന്നും മാറ്റമുണ്ടായിരിക്കുകയില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റു ജില്ലകളിലെ അറിയിപ്പുകൾ വന്നിട്ടില്ല. മറ്റു ജില്ലകളിലെ അറിയിപ്പുകൾ അറിയാനായിട്ട് നിങ്ങളുടെ ജില്ലാ കളക്ടർമാരുടെ ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ വ്യാജ ഡീപ്പ് ഫേക്ക് വീഡിയോകളൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പത്തനംതിട്ട കുമ്പനാട് സ്വദേശികളായിട്ടുള്ള 2 പേരിൽ നിന്നായിട്ട് 1 കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഇപ്പോൾ സൈബർ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്രമന്ത്രിമാർ നിർദ്ദേശിക്കുന്ന മികച്ച സംരംഭങ്ങളിൽ നിക്ഷേപിച്ചാൽ പണം ഇരട്ടിയാകും എന്ന വ്യാജ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ വഴിയായിരുന്നു തട്ടിപ്പ്. ഇതിൽ പെട്ടുപോയ ഒരു റിട്ടയർഡ് ദമ്പതികൾക്ക് 87 ലക്ഷം രൂപ നഷ്ടമായി. തമിഴ്നാട് പോലീസ് മറ്റൊരു കേസ് അന്വേഷിക്കുന്നതിനിടയിലാണ് കേരളത്തിൽ നിന്നുള്ള ഈ വൻ തുക കൈമാറ്റം കണ്ടെത്തിയത്. മറ്റൊരു സംഭവത്തിൽ 77ഉം 66ഉം വയസ്സുള്ള ദമ്പതികൾക്ക് 15 ലക്ഷം രൂപ നഷ്ടപ്പെടുകയും തട്ടിപ്പുകാർ വീണ്ടും 50 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ വെല്ലൂരിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം വേണമെന്ന തട്ടിപ്പുകാരുടെ വ്യാജ നിർദ്ദേശത്തിൽ സംശയം തോന്നിയ കുമ്പനാട് ഫെഡറൽ ബാങ്ക് സീനിയർ മാനേജർ നടത്തിയ പരിശോധനയിലാണ് ഈ വൻ ചതി പുറത്തായത്. പണം നിക്ഷേപിച്ചു കഴിയുന്നതോടെ ED, CBI അന്വേഷണമൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം തട്ടുന്ന ഈ ഉത്തരേന്ത്യൻ സംഘത്തിനായിട്ട് കോയിപ്പുറം സൈബർ സ്റ്റേഷൻ പോലീസ് സംയുക്തമായിട്ട് അന്വേഷണം നടത്തി വരികയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. കേന്ദ്ര സർക്കാരിൻ്റെ 1 ഫാമിലി 1 ഗ്യാസ് സിലിണ്ടർ നയം ജൂൺ 30 പ്രാബല്യത്തിൽ വരുന്നതോടെ ഒരു കുടുംബത്തിന് HP, ഇൻഡെയിൻ, ഭാരത് ഇങ്ങനെ ഏതെങ്കിലും ഒരു അംഗീകൃത കമ്പനിയുടെ ഒരു ഗ്യാസ് സിലിണ്ടർ കണക്ഷൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അനധികൃതമായിട്ട് മറ്റ് സിലിണ്ടറുകൾ കൈവശം വയ്ക്കാൻ പാടില്ലാത്തതാണ്. സിറ്റി ഗ്യാസ് പദ്ധതി വഴി പൈപ്പ് ലൈൻ ഗ്യാസ് സൗകര്യം എത്തിയ പ്രദേശങ്ങളിലുള്ളവർ നിർബന്ധമായിട്ടും ആ പുതിയ കണക്ഷനിലേക്ക് മാറേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ജൂൺ 30 ശേഷം അത്തരം മേഖലകളിലൊക്കെ തന്നെ സിലിണ്ടർ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. നിലവിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഉൾപ്പെടെ 930 രൂപ മുതൽ 980 രൂപ വരെയുള്ള നിരക്കിലാണ് സിലിണ്ടറുകളൊക്കെ തന്നെ വിതരണം ചെയ്യുന്നത്. അതിനാൽ തന്നെ സിലിണ്ടർ കൈപ്പറ്റുമ്പോൾ അതിൻ്റെ അളവും മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന എക്സ്പയറി ഡേറ്റ്, ക്വാർട്ടർലി കോഡ്സ് അത് ഉപഭോക്താക്കൾ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതി വഴി കണക്ഷൻ എടുക്കുകയും ഇലക്ട്രോണിക് KYC മസ്റ്ററിംഗ് ഒക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്ത BPL, AY റേഷൻ കാർഡുകളിലെ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതാ ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം പരമാവധി 9 സിലിണ്ടറുകൾക്ക് വരെ 300 രൂപ വീതം സബ്സിഡി ബാങ്ക് അക്കൗണ്ട് വഴി ലഭ്യമാകുന്നതാണ്. പുതിയ കണക്ഷനായിട്ട് പോർട്ടലിൽ അപേക്ഷിക്കാൻ നിലവിൽ ഇപ്പോൾ സംവിധാനമുണ്ടെങ്കിലും ഇന്ധനക്ഷാമം പോലുള്ള കാരണങ്ങളാൽ അപ്രൂവൽ ലഭിക്കാനായിട്ട് കാലതാമസം നേരിടുന്നുണ്ട്. എങ്കിൽ തന്നെയും പുതിയ അപേക്ഷകർക്ക് തുടക്കത്തിൽ ഏകദേശം 600 രൂപയോളം മാത്രമാണ് മുടക്കേണ്ടി വരുന്നത്. ബാക്കി തുക സബ്സിഡിയായിട്ട് അനുവദിക്കപ്പെടുകയും ചെയ്യുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. നമ്മുടെ സംസ്ഥാനത്ത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ വീതം, അതായത് ഒരു വർഷത്തേക്ക് ആകെ 12,000 രൂപ ധനസഹായം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ അഭയകിരണം പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷകളൊക്കെ തന്നെ ക്ഷണിച്ചിരിക്കുകയാണ്. പൂർണ്ണമായിട്ടും ഓൺലൈൻ വഴിയോ
അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള അംഗനവാടികൾ വഴിയോ ഇതിനായിട്ട് ആവശ്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ, അപേക്ഷ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അത് കൃത്യമായിട്ട് അവിടെ അന്വേഷിച്ചറിഞ്ഞ ശേഷം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. തീർത്തും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങാകുന്ന ഈ പദ്ധതിയുടെ പ്രധാന മാനദണ്ഡം സംരക്ഷിക്കപ്പെടുന്ന വിധവകൾ മറ്റാരുടെയെങ്കിലും ആശ്രയത്തിലായിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രായപൂർത്തിയായ മക്കൾ ഉണ്ടാവാൻ പാടില്ല. ഇനി മക്കൾ ഉണ്ടെങ്കിൽ തന്നെ അവർ ഭിന്നശേഷിയോ മറ്റ് ശാരീരിക മാനസിക വെല്ലുവിളികളോ നേരിടുന്നവരൊക്കെ ആയിരിക്കണം. അർഹരായ ഒട്ടനവധി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഈ ക്ഷേമ പദ്ധതിയിലേക്ക് യോഗ്യതയുള്ളവർ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് ഈ ആനുകൂല്യം കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവയ്ക്കുന്നത്. സംസ്ഥാന സർക്കാർ ജൂൺ 19 തീയതി അവതരിപ്പിക്കുന്ന ആദ്യ ബജറ്റിനെ ആശ്രയിച്ചിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം. പെൻഷൻ തുകയിൽ എന്തെങ്കിലും വർധനവ് ഉണ്ടാകുമോ, അത് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നതിലൊക്കെ തന്നെ ബജറ്റിൽ ഒരു തീരുമാനമുണ്ടാകും. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ വർദ്ധിപ്പിച്ച തുകയായിരിക്കും നമുക്ക് ഈ ജൂൺ മാസം ലഭിക്കുക. അല്ലാത്ത പക്ഷം സാധാരണ ലഭിക്കാറുള്ള 2000 രൂപ തന്നെയായിരിക്കും നമുക്ക് ഈ മാസവും ലഭ്യമാവുക. സാധാരണയായിട്ട് മാസം 25-ാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം നടക്കാറുള്ളത്. ജൂൺ 19 തീയതിയിലെ ബജറ്റിലേക്ക് സംസ്ഥാനം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ജനങ്ങൾ കാത്തിരിക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ ഫണ്ട് അനുവദിക്കൽ ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇതിൽ ഉണ്ടായേക്കും. പ്രത്യേകിച്ചും സ്ത്രീ സുരക്ഷാ പെൻഷൻ, കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതികൾ തുടങ്ങിയ ജനക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ പെൻഡിങ്ങിലാണ്. ഇതിലേക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്യുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട്. കൂടാതെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ഇനം ഗ്യാരണ്ടികളിൽ ഏത് രീതിയിൽ അത് നടപ്പിലാക്കും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ തീരുമാനങ്ങൾ ജൂൺ 19 ബജറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ജൂൺ മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ്. മുൻ മാസങ്ങളിലേതുപോലെ തന്നെ എല്ലാ റേഷൻ കാർഡുകൾക്കുമുള്ള ആനുകൂല്യങ്ങളാണ് ഈ മാസവും ക്രമീകരിച്ചിരിക്കുന്നത്. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്ക് സൗജന്യമായി തന്നെ ഭക്ഷ്യവിഹിതം കൈപ്പറ്റാൻ സാധിക്കും. മുൻഗണനേതര സബ്സിഡി നീല വിഭാഗത്തിലെ കാർഡുകൾക്ക് ആളൊന്നിന് 2 കിലോ വീതം ഭക്ഷ്യധാന്യം ലഭിക്കുമ്പോൾ കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് അത് ലഭിക്കുക. അതോടൊപ്പം 4 പാക്കറ്റ് ആട്ട അവർക്ക് ലഭിക്കുന്നതാണ്. ഇനി വെള്ള കാർഡുകൾക്കാണെങ്കിൽ ഇപ്രാവശ്യം 4 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ, അതുപോലെ തന്നെ ബ്രൗൺ റേഷൻ കാർഡാണെങ്കിൽ അവർക്ക് 2 കിലോ അരി ഭക്ഷ്യധാന്യം ലഭിക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ മുൻപ് ലഭിച്ചിരുന്നത് പോലെ തന്നെയുള്ള ആനുകൂല്യങ്ങളാണ് ഈ മാസവും ലഭ്യമാവുക. ജൂൺ മാസത്തെ റേഷൻ സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് ആനുകൂല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ആനുകൂല്യങ്ങൾ കൃത്യമായി കൈപ്പറ്റാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ, മെയ് മാസങ്ങളിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം 2 മാസത്തെ വിഹിതം ഒരുമിച്ച് വാങ്ങാനുള്ള സൗകര്യം സംസ്ഥാനത്തുണ്ടായിരുന്നു. എന്നാൽ ആ വിതരണ രീതിയിലൊക്കെ തന്നെ ചില പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്ന് അത് ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. പുതിയ തീരുമാനപ്രകാരം ഇനി മുതൽ ഓരോ മാസത്തെയും വിഹിതം അതാത് മാസം തന്നെ വാങ്ങി തീർക്കേണ്ടതാണ്. ഈ ജൂൺ മാസം നമുക്ക് ജൂൺ മാസത്തിലെ ആനുകൂല്യം മാത്രമായിരിക്കും ലഭ്യമാവുക. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 2ാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ 2026 ജൂൺ 5 തീയതി വെള്ളിയാഴ്ച 22 കാരറ്റ് സ്വർണ്ണത്തിന് ഗ്രാമിന് 35 രൂപ കുറഞ്ഞ് 14,275 രൂപയും പവന് 280 രൂപ കുറഞ്ഞ് 1,14,200 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.